അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിവാദപരമായ പകരച്ചുങ്കം നയവും അതിനെ ചൊല്ലിയുള്ള ആഭ്യന്തര രാഷ്ട്രീയ പോരും പുതിയ തലത്തിലേക്ക്. US സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധി പുറത്തു വന്നതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കടുത്ത വിമർശനവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ്. US സുപ്രീം കോടതി വിധിയെ ആയുധമാക്കി മോദി സർക്കാരിന്റെ വിദേശ നയത്തെയും നയതന്ത്ര പരാജയത്തെയും ചോദ്യം ചെയ്യുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. ട്രംപിന്റെ തീരുവ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ ഇത്ര വേഗത്തിൽ കീഴടങ്ങിയത് എന്തിനാണെന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയാകുന്നത്. ട്രംപ് ഏർപ്പെടുത്തിയ പകരച്ചുങ്കം നിയമവിരുദ്ധമാണെന്ന് US സുപ്രീം കോടതി നിരീക്ഷിച്ചിരുന്നു. നികുതി ചുമത്താൻ പ്രസിഡന്റിന് ഏകപക്ഷീയമായ അധികാരമില്ലെന്നും അത്തരമൊരു അടിയന്തര സാമ്പത്തിക സാഹചര്യം നിലവിലില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഈ വിധി വരുന്നതുവരെ കാത്തിരിക്കാൻ മോദി സർക്കാർ തയ്യാറായില്ലെന്ന് ഖാർഗെ കുറ്റപ്പെടുത്തി. അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥ പോലും ട്രംപിന്റെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിധിക്കുമ്പോൾ മോദി എന്തിനാണ് ധൃതിപ്പെട്ട് ട്രംപിന് മുന്നിൽ മുട്ടുമടക്കിയതെന്നതാണ് കോൺഗ്രസിന്റെ പ്രധാന ചോദ്യം. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക താൽപര്യങ്ങളെ ബലികഴിക്കുന്നതിന് തുല്യമാണെന്ന് അവർ ആരോപിക്കുന്നു. ട്രംപ് അധികാരപരിധി ലംഘിച്ചുവെന്ന് വ്യക്തമാക്കിയ കോടതി വിവിധ രാജ്യങ്ങൾക്കുമേൽ അദ്ദേഹം ചുമത്തിയ താരിഫുകൾ റദ്ദാക്കിയിരുന്നു. ഈ ആശ്വാസം ഇന്ത്യക്കും ലഭിക്കുമായിരുന്നിട്ടും അതിനു മുമ്പേ ട്രംപിന്റെ നിബന്ധനകൾ അംഗീകരിച്ച മോദിയുടെ നടപടി ദുരൂഹമാണെന്ന് ഖാർഗെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു. ഇന്ത്യക്ക് വലിയ തോതിൽ തീരുവ ഉണ്ടെന്നും എന്നാൽ അമേരിക്കയ്ക്ക് തീരുവ ഇല്ലെന്നും ട്രംപ് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ഈ പ്രസ്താവനകളിൽ മോദി സർക്കാർ ഇതുവരെ കൃത്യമായ വിശദീകരണം നൽകിയിട്ടില്ല. ട്രംപിന്റെ ഇന്ത്യൻ വിരുദ്ധ പരാമർശങ്ങളെ മൗനം കൊണ്ട് നേരിട്ടത് രാജ്യത്തിന് അപമാനമാണെന്ന് കോൺഗ്രസ് പറയുന്നു. വിവാദപരമായ എപ്സ്റ്റീൻ ഫയലുകളെ കുറിച്ചുള്ള സൂചനകളും ഖാർഗെയുടെ വിമർശനത്തിൽ ഇടം പിടിച്ചു. തീരുവ ഭീഷണിയിൽ മോദി ഇത്ര പെട്ടെന്ന് കീഴടങ്ങാൻ കാരണം ഈ ഫയലുകളിലെ വിവരങ്ങളാണോ എന്ന് അദ്ദേഹം പരസ്യമായി ചോദിച്ചു. ഇത് BJP കേന്ദ്രങ്ങളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ട്രംപ് സർക്കാർ ചുമത്തിയ അധിക നികുതി ഇന്ത്യൻ കയറ്റുമതി മേഖലയെ തകർക്കുന്നതായിരുന്നു. IT, ഫാർമസി, കൃഷി തുടങ്ങിയ മേഖലകളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഈ നടപടി നയതന്ത്രപരമായി നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ. US സുപ്രീം കോടതിയുടെ വിധി വന്നത് ഡെമോക്രാറ്റിക് പാർട്ടി ഭരിക്കുന്ന 12 സംസ്ഥാനങ്ങളും പ്രമുഖ കമ്പനികളും നൽകിയ ഹർജിയിലായിരുന്നു. ട്രംപിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ലോക വ്യാപാരത്തെ തകിടം മറിക്കുമെന്ന് കോടതി തിരിച്ചറിഞ്ഞെങ്കിലും ഇന്ത്യയിലെ ഭരണകൂടം അത് കണ്ടില്ലെന്ന് നടിച്ചു. കോടതി ഉത്തരവിനെ പാടെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്തെത്തിയത്. സുപ്രീം കോടതി വിധിയെ മാനിക്കാതെ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് 10% ആഗോള തീരുവ ഏർപ്പെടുത്തുന്ന പുതിയ ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു എന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. 150 ദിവസത്തേക്കാണ് ഈ പുതിയ തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ ട്രംപ് കൂടുതൽ കർക്കശമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് മേലുള്ള തീരുവ 18% തുടരുമെന്നാണ് ട്രംപ് ഭരണകൂടം വ്യക്തമാക്കിയത്. ഇന്ത്യ US വ്യാപാര കരാറിൽ മാറ്റമില്ലെന്ന് ട്രംപ് പ്രഖ്യാപിച്ചെങ്കിലും 18% തീരുവ എന്നത് ഇന്ത്യൻ വ്യാപാരികൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. US വിപണിയെ ആശ്രയിച്ച് കഴിയുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ തൊഴിലാളികളെ ഇത് നേരിട്ട് ബാധിക്കും. ട്രംപിന്റെ ഈ കടുംപിടുത്തം ഇന്ത്യയോടുള്ള വിവേചനമാണെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മറ്റു രാജ്യങ്ങൾക്ക് 10% നൽകുമ്പോൾ ഇന്ത്യക്ക് മാത്രം എന്തിനാണ് 18% എന്നത് കേന്ദ്ര സർക്കാർ ഗൗരവമായി കാണണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. ഹൗഡി മോദി, നമസ്തേ ട്രംപ് തുടങ്ങിയ പരിപാടികളിലൂടെ വളർത്തിയെടുത്ത വ്യക്തിപരമായ സൗഹൃദം രാജ്യത്തിന് ഗുണകരമായില്ല എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. വ്യക്തിപരമായ ബന്ധത്തെക്കാൾ രാജ്യ താൽപര്യത്തിന് മുൻഗണന നൽകാൻ മോദിക്ക് കഴിഞ്ഞില്ലെന്ന് അവർ പരിഹസിക്കുന്നു. അമേരിക്കയിലെ നീതിന്യായ വ്യവസ്ഥ പ്രസിഡന്റിനെ തിരുത്തുമ്പോൾ ഇന്ത്യയിൽ അത്തരമൊരു പ്രതിരോധം ഉണ്ടാകുന്നില്ല. ട്രംപിന്റെ ഏകാധിപത്യപരമായ സാമ്പത്തിക നയങ്ങൾക്കെതിരെ ലോകരാജ്യങ്ങൾ ഒന്നിക്കുമ്പോൾ ഇന്ത്യ മാത്രം ഒറ്റപ്പെട്ട നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന വിമർശനമുയരുന്നു. ഇന്ത്യൻ വിപണി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കായി തുറന്നു കൊടുക്കുമ്പോഴും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ വലിയ നികുതി നൽകേണ്ടി വരുന്നത് ഇരട്ടത്താപ്പാണെന്ന് ഖാർഗെ ചൂണ്ടിക്കാട്ടി. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദന മേഖലയെ പ്രതികൂലമായി ബാധിക്കും. ട്രംപിന്റെ പുതിയ തീരുവ ഉത്തരവ് അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങളുടെ ലംഘനമാണെന്ന് നിയമവിദഗ്ധർ പറയുന്നു. WTO പോലുള്ള വേദികളിൽ ഈ വിഷയം ഉന്നയിക്കുന്നതിന് പകരം അമേരിക്കയുടെ കടുംപിടുത്തത്തിന് വഴങ്ങുന്നത് മോശം കീഴ്വഴക്കമാണ്. വരും ദിവസങ്ങളിൽ ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. എപ്സ്റ്റീൻ ഫയലുകളിലെ പരാമർശവും തീരുവയിലെ ഇളവും തമ്മിൽ ബന്ധമുണ്ടോ എന്നതിൽ വ്യക്തമായ മറുപടി പ്രധാനമന്ത്രിയിൽ നിന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടും. ട്രംപ് കോടതിയെ വെല്ലുവിളിക്കുന്നത് പോലെ മോദി ഇന്ത്യൻ ജനതയും ഭരണഘടനയും അവഗണിക്കുന്നു എന്ന ആഖ്യാനമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. സാമ്പത്തിക പരമാധികാരം പണയം വെക്കുന്ന ഒരു കരാറിലേക്കും ഇന്ത്യ പോകരുതെന്ന മുന്നറിയിപ്പും അവർ നൽകുന്നു. ആഗോള സാമ്പത്തിക ക്രമത്തിൽ ഇന്ത്യയുടെ കരുത്ത് ചോർത്തിക്കളയുന്ന ഇത്തരം നയതന്ത്ര നീക്കങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ട്രംപ് മോദി ബന്ധം ഇന്ത്യക്ക് ബാധ്യതയാകുന്നു എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്.